ആളുകൾ വളരെ ഈസിയായി നമുക്കൊരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു സ്പാ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ആയുർവേദ ഡോക്ടർമാർ ഫെയിലാവുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ആൻഡ് അതിൽ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിനെ ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ അവർക്ക് പൈസ പോകുന്ന ഒരു ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഒരുപാട് ലീഡ് കിട്ടി കോളൊക്കെ വരുന്നുണ്ടെന്ന് പറയും. പക്ഷേ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ഈ പെർഫോമൻസ് ഡ്രോപ്പ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. കാരണം കൊടുക്കുന്ന ക്രിയേറ്റീവ് വർക്ക് ചെയ്യില്ല, ഓവർലാപ്പ് ആവും, കൺസിസ്റ്റൻസി ലീഡിന് ഉണ്ടാവില്ല. അപ്പോൾ ഈ പെർഫോമൻസ് ഡ്രോപ്പ് നോക്കി അഡ്വർടൈസ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കാശ് കൂടെ പോവുകയും ചെയ്യും. ഇതാണ് കൂടുതലും 90% നടക്കുന്നത്.